അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. തുടർന്ന് മലയാളത്തിലും തമിഴിലുമായി 20-ലധികം സിനിമകളിൽ അഭിനയിച്ചു. മറിയം ജോസ്, ഗ്രേറ്റ് ഫാദർ, ഡിക്കിൾ, ബാച്ചിലർ പാർട്ടി തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ഏറെ പ്രശംസ നേടി. 38 വർഷത്തെ സേവനം പൂർത്തിയാക്കി 2025 ഏപ്രിൽ 30 കേരള പോലീസിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. ഇന്ത്യൻ ഫുട്ബോളിനായി നൽകിയ സംഭാവനകൾ പരിഗണിച്ച് റിട്ടയർമെന്റിനൊപ്പം ഡെപ്യൂട്ടി കമാൻഡർ എന്ന സ്ഥാനക്കയറ്റവും ലഭിച്ചു. കായിക രംഗത്തും കലാരംഗത്തും നൽകിയ അമൂല്യ സംഭാവനകൾ അദ്ദേഹത്തിന് 2003 അർജുന അവാർഡും 2025 പത്മശ്രീയും ഉൾപ്പെടെ അനേകം ബഹുമതികൾ നേടിക്കൊടുത്തു. കേരളത്തിന്റെയും ഇന്ത്യയുടെയും കായിക സാംസ്കാരിക ജീവിതത്തിൽ ഇന്നും ആവേശത്തോടെ നിലകൊള്ളുന്ന പത്മശ്രീ IM വിജയൻ സെഡ് ടോക്സിന്റെ വേദിയിലേക്ക് സ്വാഗതം. മികച്ചൊരു എന്റർടൈനറാണ് ധ്യാൻ ശ്രീനിവാസൻ. അഭിമുഖങ്ങളെ, അതാത് സിനിമകളുമായി ബന്ധപ്പെട്ട പ്രമോഷനുകളെ അനായാസമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്, ചിരിപ്പിക്കുക, അതോടൊപ്പം ചിന്തിപ്പിക്കുക എന്ന അദ്ദേഹത്തിന്റെ കഴിവ് ഇനിയും തുടരട്ടെ. അത് നമ്മൾ ഉൾപ്പെടുന്ന ധാരാളം മനുഷ്യന്മാരെ സന്തോഷവാന്മാരാക്കട്ടെ. പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസന് സെഡ് ടോക്സിന്റെ വേദിയിലേക്ക് സ്വാഗതം. ധ്യാൻ ശ്രീനിവാസൻ ഓൺ സ്റ്റേജ്. ധ്യാൻ, വെൽക്കം ടു സെഡ് ടോക്സ്. So thank you so much. Welcome to Zed Talk. ഞങ്ങളിവിടെ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ പറ്റി പറയുമ്പോൾ എന്തായാലും ഉള്ളിൽ ആദ്യം തോന്നിയത് നമ്മളെ കുറെ വർഷങ്ങളായി ഇതിനെ കുറിച്ച്. ഏകദേശം ഫെമിനൊക്കെ എനിക്ക് തോന്നുന്നു 38 വയസ്സ് തുടങ്ങി. ഇപ്പൊ 40 അല്ലേ? ഏകദേശം അങ്ങനെ തുടങ്ങിയതാ. 2 വർഷത്തോളമായി അല്ലേ? ഇന്റർവ്യൂസിന് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ വീണ്ടുപോയത്. അതല്ലേ സത്യം? അതല്ല, എനിക്ക് തോന്നുന്നു ആദ്യം, കാരണം നമ്മളിങ്ങനത്തെ ഒരു നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ അപ്പോ അത്തരം കട്ടുകളില്ലാതെ വരുമ്പോ, നമ്മൾ സ്റ്റേജിൽ വരുമ്പോ നമ്മൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് എക്സ്പോസ്ഡ് ആയി പോകുന്ന ഒരു വേദി. അതുകൊണ്ട് ഇത്തരം വേദികൾ നമ്മൾ പൊതുവെ ഒഴിവാക്കാറാണ് പതിവ്. പ്രത്യേകിച്ച് അപ്പൊ എന്നെ TEDx എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ. ഞാനത് അങ്ങനെ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് മുന്നേ ഒന്നും അത് ഒഴിവാക്കിയത്. പക്ഷെ വിജയേട്ടൻ പുലിക്കുട്ടി ഉള്ളതിന് ധൈര്യം. അപ്പൊ ഏതാ അത് ഒരു തവണ പറഞ്ഞു, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അപ്പൊ ഇത് വലിയ വിജയമായി തീരട്ടെ, അല്ലെ? വലിയ വിജയമാവട്ടെ. അല്ലെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ധ്യാൻ്റെ അച്ഛനായിട്ട് നല്ല പരിചയമുണ്ട്, ചേട്ടനായിട്ട് പരിചയമുണ്ട്. പക്ഷെ ഖത്തറിൽ വന്നപ്പോൾ സെഡ് മീഡിയ ആദ്യമായിട്ടാണ് ഞാൻ ധ്യാനെ കാണുന്നത്. അത് ഇന്ന് കാലത്ത് അന്ന് കാലത്താണ് കാണുന്നത്. അപ്പോൾ ധ്യാനോട് തോന്നുന്നു ചില ഇങ്ങനെ ആദ്യമായിട്ട് രണ്ടുപേര് കാണുന്നതാണ്, രണ്ടുപേര് ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ സംസാരിക്കും, നിങ്ങൾക്ക് ബോറടിച്ച് തകട് കൂടിയോ? ബോറടിക്കാൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ നിർത്തിയോളാം. അതായിരിക്കും നല്ലത്. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലേ, മാക്സിമം ബോറടിപ്പിക്കാണ്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ നോക്കാം. ഞങ്ങൾ പരമാവധി നമ്മൾ നോക്കാം. എങ്ങനെ പറ്റും, അവർ തമ്മിൽ സിങ്കാവോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. ഒരുപാട് പേര് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ചേരുന്ന എന്തോ ഒരു സംഗതി ഉണ്ട്, ആ പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് ഇല്ല ഫെമിന. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം ചേരുന്നത്, നമ്മളെല്ലാവരും സാധാരണ ആൾക്കാരാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കഴിക്കുന്നു, ഉച്ചയാകുമ്പോൾ വിശക്കുന്നു. നമ്മളൊന്നും ചേരാത്ത പല കാര്യങ്ങളൊന്നും ചേർന്നു അല്ലേ? ഞാൻ മട്ടൻ സൂപ്പ് കഴിക്കുന്നു, വിജയേട്ടനും മട്ടൻ സൂപ്പ് കഴിക്കുന്നു. രണ്ട് കാര്യങ്ങളിൽ ഇത് വന്നില്ലേ? ഭക്ഷണ കാര്യങ്ങൾ ചിലപ്പോൾ ചേരും, ചില ചിന്തകളിൽ നമ്മൾ ചേരും അല്ലേ? ഫെമിന എത്രയോ കാലങ്ങളായിട്ട് സുരേഷ് ഗോപിനെ പറ്റി കുറ്റം പറയുന്നതിനെ കുറിച്ച് ഞാൻ സ്റ്റോറി ഇട്ടു ഫെമിന എല്ലാ ദിവസവും. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ലെങ്കിലും ആ കാര്യത്തിൽ ഞങ്ങൾ ചേർന്നു. കാരണം ഞങ്ങൾക്ക് പുള്ളിനോട് എതിർപ്പില്ല, പുള്ളി നല്ല മനുഷ്യനായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഫെമിന നിരന്തരമായി അദ്ദേഹത്തിനെ പറ്റി മോശം പറയുമ്പോൾ, അത് തൃശ്ശൂരുകാരനായ വിജയേട്ടൻ നിൽക്കേ അവിടുത്തെ MP നെ കുറിച്ച് മോശം പറയുമ്പോൾ, മോശം എഴുതിയിടുമ്പോൾ
ഞങ്ങൾ ചേർന്നു അവിടെ. നമ്മളപ്പം പറയുകയും ചെയ്തു, എന്തിനിങ്ങനെ കുറ്റം പറഞ്ഞ ചേട്ടനൊക്കെ നല്ല മനുഷ്യനാണ്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? എന്റെ സ്റ്റാറ്റസിൽ ധ്യാനം ബ്ലോക്ക് ചെയ്തു. ചിലപ്പോ ഇന്ത്യയിലെ കാല് കുത്താതിരിക്കുന്നതാണ് എന്നെ നല്ലത്. ചേർന്നു ഇതിലെങ്കിലും നിങ്ങൾ ചേർന്നു. അതെ അതെ. അപ്പോ എനിക്ക് ആദ്യം ധ്യാനോട് തന്നെ ചോദിക്കാം. തുടക്കത്തിൽ ഇവിടെ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്തപ്പോ അച്ഛൻ ആദ്യമായി സംവിധാനം ചെയ്ത ഒരു സിനിമ, അതിലെ നായകനും നായികയ്ക്കും ഉള്ള പേര് ഞാൻ ധ്യാനോട് നേരിട്ടും ചോദിച്ചിരുന്നു, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ തളത്തിൽ ദിനേശിന്റെയും പേര് അച്ഛൻ ആ നായകനും നായിക്കും അതേ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു മുൻധാരണയോടുകൂടി ചെയ്തതാണോ അതോ ആ കഥാപാത്രത്തിന് അത് ചേരുന്നത് കൊണ്ടായിരുന്നോ? എനിക്ക് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലെ 2 കഥാപാത്രം ഇഷ്ടപ്പെട്ട സിനിമയാണ് വടക്ക് നോക്കേന്ദ്രം. കാരണം മനുഷ്യൻ അന്നും ഇന്നും ഉള്ള ഒറ്റ പ്രധാനമായിട്ടുള്ള കാര്യമാണ് സംശയം, പ്രത്യേകിച്ച് വളരെ പൊസസീവ് ആയിട്ടുള്ള. അത് എല്ലാവരിലും ഉണ്ട്, ഒരു ദിനേശിനും എല്ലാ മനുഷ്യന്മാരിലും ഒരു ദിനേശിനുണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം ആ സിനിമ എഴുതി തുടങ്ങിയ സമയത്ത് ഈ നിവിൻ ചെയ്തിരുന്ന ദിനേശ് എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കര സംശയാലുവായിരുന്നു. എന്നുവെച്ചാൽ കാമുകിയോട് വളരെ സംശയം. കാരണം ഇതൊക്കെ കോംപ്ലക്സുകളിൽ നിന്ന് ഉണ്ടാകുന്ന സംശയമാണ്. ഞാൻ കാണാൻ കൊള്ളില്ല, എന്റെ സ്വഭാവം കൊള്ളില്ല, ഞാൻ എന്താ പറയുക, അവളത്ര പോരാ, ഒരുപാട് കോംപ്ലക്സുകളുള്ള ഒരാളായിരുന്നു. ഇതിലെയും ഞാൻ ലവാഷൻ ആദ്യം എഴുതി തുടങ്ങിയ എൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ അങ്ങനെ ആയിരുന്നു. പിന്നീട് അത് എഴുതി വന്നപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയണ്ട, അതിൻ്റെ ഒരു ഇതൊക്കെ അങ്ങ് പോയി. എന്നെ പറഞ്ഞു കേൾക്കും, അടുത്ത ചോദ്യം നോക്കുന്നത്. അപ്പോ പിന്നീട് അതിന്റെ ഒരു ഇതൊക്കെ മാറിയപ്പോഴേക്കും അപ്പൊ ഞാൻ അതിനു മുന്നേ പേര് ഇട്ടുപോയി ദിനേശിനും. അപ്പൊ ഇതേ ചോദ്യം എന്നോട് അച്ഛൻ ചോദിച്ചിരുന്നു, എന്തിനാണ് എന്റെ പടത്തിലെ 2 കഥാപാത്രങ്ങളുടെ പേരെടുത്ത് താങ്കൾ ഇട്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയായിരുന്നു ആദ്യം കഥ. അതല്ലെങ്കിൽ പോലും ഒരു സംശയാലുവായ കാമുകനായിരുന്നു തുടക്കത്തിൽ, ഒരുപാട് കോംപ്ലക്സുകളുള്ള. അപ്പൊ ഞാൻ ആ ക്യാരക്ടറിന് ദിനേശിന് ഇട്ടു എന്നല്ലാതെ കഥയും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കാരണം അതൊരു ക്ലാസിക്കാണ്. എന്റെ ഒരു ഫെസ്റ്റിവൽ തട്ടുപൊളിപ്പൻ പടമാണ് ലവാഷൻ. മറ്റേതൊരു എക്കാലവും നമുക്ക് ഓർത്തു വെക്കുന്ന ഒരു സിനിമയാണ് വടക്ക് നോക്കിയത്. ജസ്റ്റ് ആ പേര് നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ ആ പേരെടുത്തു എന്നുള്ളത് മാത്രമേ വേറെ. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഞാൻ ചോദ്യം ചോദിക്കുമ്പോഴും ഓഡിയൻസിനെയും കൂടെ എനിക്ക് കുറച്ച് സൗകര്യം. ഇതിന് ഞാൻ ആരെയൊക്കെ നോക്കുന്നുള്ളത്, അതാണ് എന്റെ ഒരു കൺഫ്യൂഷൻ. അല്ല, എനിക്കിപ്പോ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ നോക്കാണ്ടിരിക്കുന്നത്. അതെ അതെ, നമ്മൾ ശീലിച്ചു പോയത് ചോദ്യം ചോദിക്കുന്ന ആളോട് നോക്കി ഉത്തരം പറയാന്നുള്ളത്. കുറച്ച് ഭംഗി കൂടിപ്പോയി, അതുകൊണ്ട് നോക്കിയിരിക്കുന്നത്. ഞാനേ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, അച്ഛന് ഞാനൊരു അക്കാഡമി തുടങ്ങാൻ വേണ്ടിയിട്ട് ഫിലിം സ്റ്റാർസൊക്കെ തൃശ്ശൂർ ഫിലിം സ്റ്റാർസൊക്കെ എല്ലാവരും വന്ന് സഹായിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ തലേദിവസം വന്നു, തൃശ്ശൂർ വന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറയണം, വിജയ നമുക്ക് 4 മണിക്കൊന്ന് സ്റ്റേഡിയത്തിൽ പോയാലോ? പിറ്റേ ദിവസം നമുക്കല്ലേ. അപ്പൊ മാമ പോയി ഉണ്ട്. നിങ്ങൾ മദ്യപിച്ചിട്ടാണ് ഇരുന്നിരുന്നോ രാത്രി? നിങ്ങൾ മദ്യപിച്ചിരുന്നോ രാത്രി? നിങ്ങൾ 2 ഇല്ല, ആ സമയത്ത് ഇല്ല, അത് കഴിഞ്ഞിട്ട്. കാരണം അതെന്താ വെച്ചാലേ, അപ്പൊ ചെന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, പോവാ ചേട്ടാ, അതിപ്പോ എന്താ കുഴപ്പം, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ സന്തോഷ് ട്രോഫി കഴിഞ്ഞ ടൈമാണ്. അപ്പൊ ഗാലറി അങ്ങനെ പറഞ്ഞു, ചേട്ടൻ വലുത് മാമക്കോയും വലുത്. ചേട്ടൻ്റെ ആ കമ്മിറ്റ്മെന്റാണ്, വേറെ ആലോചിച്ച് വരില്ല. അപ്പൊ എത്ര ഫിലിം സ്റ്റാറും അങ്ങനെ എഴുത്തുകാരനും അതൊക്കെ അല്ലേ. എന്നിട്ട് വന്നിട്ട് ഗ്രൗണ്ടിൽ വന്നു, കുറച്ച് നേരം ബോളൊക്കെ തട്ടി മലപ്പൂർ റിലീഫ് കഴിച്ച് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം കണ്ണൂർ എന്ന് പറഞ്ഞാൽ ധ്യാനം വിളിക്കണേന്ന് പറഞ്ഞു. ഫെമില പറഞ്ഞ ധ്യാനമായിട്ടാണ്. ഞാൻ പറഞ്ഞ പൊളിക്കും, ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഞാൻ ധ്യാനം ഇതുവരെയൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടിട്ട് പൊളിക്കും, നല്ലൊരു പരിപാടിയാണ്. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പിടിക്കാറിയുന്ന സ്ഥലമാണ്. തീർച്ചയായും ഫുട്ബോൾ പിടിക്കാറിയുന്ന സ്ഥലമാണ് കണ്ണൂർ അത്രയധികം പ്ലേയേഴ്സും ഇല്ല. അപ്പം അച്ഛന് നന്നായിട്ട് ഫുട്ബോൾ അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ ആ ഒരു ഇതെടുത്തത് ആ സമയത്ത് എന്നോട്. വേറെ വല്ലതും നടത്താൻ കുറ്റം പറയുന്ന കേട്ടോ, എല്ലാവരും വന്നത്. വേറെ വല്ലവരും വെച്ചാൽ ആവണിക്കാം, ഞാൻ പറഞ്ഞ രണ്ടടിക്കാം, വൈകുന്നേരം വേറെ പണിയില്ല, പിടിച്ചിരിക്കാൻ. പക്ഷെ അച്ഛൻ വന്ന് പോയി വന്ന് ഗ്രൗണ്ടിലൊക്കെ വന്നു. കുറേ പേരുണ്ടായിരുന്നു. വലിയൊരു സന്തോഷമായി. അത് വലിയൊരു സംഭവം, എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് അത്. ഞങ്ങളെ 2 പേരുടെയും പേരിട്ടത്
അച്ഛൻ പേരിട്ട്. അച്ഛൻ അത്യാവശ്യം നന്നായി ഹോക്കി കളിക്കുമായിരുന്നു കോളേജ് സമയങ്ങളിലൊക്കെ തന്നെ. അപ്പം അന്ന് മറ്റേ ഹാൻഡ്ബോൾ പോലത്തെ വേറെന്തോ ഒരു ടെന്നീസ് പോലെ അല്ലാത്തൊരു വേറെന്തോ ഒരു കളിയുണ്ട്. അതൊക്കെ ഇവര് പണ്ടത്തെ ആ കളിയൊക്കെ നിർത്തലാക്കി പോയ കളിയൊക്കെ. അപ്പോൾ പുള്ളി ഹോക്കി കളിക്കുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് 2 പ്ലേയേഴ്സാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്ന 2 വെറ്ററൻസ് ആണ്, ലെജൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. ഒന്ന് ധ്യാൻ ചന്ദും ഒന്ന് വിനീത് കുമാറും. ധ്യാൻ ചന്ദ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും മജീഷ്യൻ ആയിരുന്ന വെച്ചുകഴിഞ്ഞാൽ പണ്ട് 40s അല്ലെങ്കിൽ late 30s ജർമ്മനിയിൽ ഒരു ജർമ്മനി ഇന്ത്യ വേഴ്സസ് ഒരു മത്സരം നടന്ന സമയത്ത് ഹിറ്റ്ലർ ആ മത്സരം കാണാൻ വേണ്ടി വന്നിരുന്നത്. ഇതൊക്കെ അച്ഛൻ എന്ന കേട്ട കഥകളിലൂടെയും വായിച്ച കഥകളിലൂടെയും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഹിറ്റ്ലർ ഈ കളി കാണാൻ വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഹോക്കി സ്റ്റിക്കിന്റെ തൊട്ട് എന്നുവെച്ചാൽ ബോള് ഒട്ടിപ്പിടിച്ച പോലെ അങ്ങനെ സ്റ്റിക്കിൽ പോകുന്നു. അങ്ങനെ കളി നിർത്തിച്ചു അത്ര പാതി വഴിക്ക്. എന്നിട്ട് ധ്യാൻ ചന്ദിന്റെ ബാറ്റ് അല്ലെങ്കിൽ ഹോക്കി സ്റ്റിക്ക് പരിശോധിക്കണം, അത് പശയോ അല്ലെങ്കിൽ ഗ്ലൂവോ ഗമ്മോ തൊട്ടിച്ചിട്ടുണ്ടെന്നുകൊണ്ട് ഹിറ്റ്ലർ പറഞ്ഞതനുസരിച്ച് ഈ ബാറ്റ് ചെക്ക് ചെയ്തത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു വലിയൊരു മനുഷ്യന്റെ പേരാണ് നിനക്ക് ആവശ്യത്തിനധികം ഇപ്പൊ ചെയ്ത പേരുണ്ട്, ഇനിയും എല്ലാം പറഞ്ഞു വരുമ്പോ അവസാനം ഇതൊക്കെ നമ്മുടെ നെഞ്ചത്താണ് അവസാനം. അപ്പോ ഞാനൊരു ഓർമ്മ പങ്കിട്ടുന്നുള്ളൂ ഈ പുള്ളിയുടെ സ്പോർട്സിനോടുള്ള താല്പര്യം. കാരണം അധികാരി ഭയങ്കര ഫുട്ബോൾ പ്രേമിയും. കാരണം ഞാൻ അത്യാവശ്യം നന്നായി, ഞാൻ സ്കൂളിലും സ്റ്റേറ്റില് ഞാൻ ബാഡ്മിന്റൺ കളിച്ചിരുന്നു, ഞാൻ സ്ക്വാഷ് കളിച്ചിരുന്നു. അങ്ങനെ സ്പോർട്സിൽ അത്യാവശ്യം താല്പര്യമുള്ള ആളായിരുന്നു. അപ്പം ഫുട്ബോളും അത്യാവശ്യം കളിക്കായിരുന്നു. അപ്പം ഈ താല്പര്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായത് അച്ഛന്റെ ഈ പ്രത്യേകിച്ച് അങ്ങോട്ട് എനിക്ക് മലബാർ അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ഫുട്ബോളിനോടും ഈ ഇത്തരം സ്പോർട്ടുകളോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ താല്പര്യമൊക്കെ ഞങ്ങൾക്കും കിട്ടിയത് അച്ഛനിലൂടെയാണ്. അങ്ങനെയുള്ള 2 ലെജൻസിന്റെ പേരാണ് വിനീതും ഞാനും.